കസബ അടക്കമുള്ള സിനിമകളുടെ സ്ത്രീവിരുദ്ധതയെ വിമർശിച്ചിന് താൻ നേരിട്ട കടുത്ത സൈബർ ആക്രമണത്തെക്കുറിച്ചും അപമാനത്തെക്കുറിച്ചും കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ നടി പാർവതി തിരുവോത്ത് തുറന്നു പറഞ്ഞത് വൈറലായിരുന്നു. കൊലവിളിയും ബലാത്സംഗ ഭീഷണിയും വരെ നേരിട്ടു എന്നാണ് നടി വെളിപ്പെടുത്തിയത്. താരത്തിന്റെ വാക്കുകൾ വൈറലായതോടെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത്. ആൾക്കൂട്ട ആക്രമണത്തെ പാർവതി അതിജീവിച്ചു എന്നത് വലിയ കാര്യമാണെന്നും എല്ലാവർക്കും അത് സാധ്യമാകില്ലെന്നും കുറിപ്പിൽ പറയുന്നു. ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ലോകത്തെ ഏറ്റവും വലിയ ക്രൂരതകളിൽ ഒന്നാണ് ആൾക്കൂട്ട ആക്രമണം. കാരണം അത് ശാരീരികം എന്നതിനപ്പുറത്തേക്ക് മാനസികമായ ആക്രമണം കൂടിയാണ്. മാത്രമല്ല, എല്ലാവരും കൂടി ഒന്നിച്ചൊക്കെ നമ്മളെ ആക്രമിക്കാൻ വന്നാൽ നമ്മൾ അവരോട് ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യാൻ പോലും പ്രയാസമാകും. മനുഷ്യരുടെ കൂട്ടവികാരത്തെ ഹാൻഡിൽ ചെയ്യാൻ പോലും പ്രയാസമാകും. ഒരാളുടെ വെറുപ്പിനെ സഹിക്കുന്നത് പോലുള്ള ഒരു വലിയ കൂട്ടത്തെ വെറുപ്പിനെ സഹിക്കുന്നത് അതിഭീകരമാണ്. അത് തിരിച്ചറിയണമെങ്കിൽ മിനിമലായിട്ടെങ്കിലും സൈബർ അറ്റാക്ക് കിട്ടണം. അല്ലെങ്കിൽ ജീവിച്ച നാടോ പഠിച്ച സ്കൂളോ അല്ലെങ്കിൽ കോളേജോ ഒക്കെ കൂട്ടമായി നമ്മളെ അങ്ങ് റിജക്റ്റ് ചെയ്ത അനുഭവം ഉണ്ടാകണം. മിനിമം അത്രയെങ്കിലും അനുഭവിച്ചാലേ ആൾക്കൂട്ട ആക്രമണത്തിൻ്റെ ഭീകരത ഊഹിക്കാൻ പോലുമാകൂ. പാർവതിയൊക്കെ എന്ത് ദ്രോഹം ചെയ്തിട്ടാണ് കേരള സമൂഹത്തിൽ തന്നെ വലിയൊരു വിഭാഗം ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയായത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ആ സിനിമയിലെ നടനെ പറ്റി പറഞ്ഞതിൻ്റെ പേരിലാണ് അയാൾ തിരഞ്ഞെടുപ്പ് കാലത്ത് തിരഞ്ഞെടുത്ത കഥാപാത്രത്തിനെ വിമർശിച്ചതിൻ്റെ പേരിലാണ്, അതിൻ്റെ പേരിലാണ് അവരെ നോക്കി ആളുകൾ കൂക്കി വിളിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു വലിയ പുരസ്കാര നിശയിൽ അവാർഡ് വാങ്ങാനായ സ്റ്റേജിൽ നിന്ന് കയറുമ്പോൾ ജനങ്ങൾ മുഴുവൻ അവരെ കൂകി വിളിച്ച അവസ്ഥ ഓർക്കുമ്പോൾ തന്നെ ഭയം തോന്നുന്നു. പാർവതി ആരെയും കൊന്നിട്ടില്ല.